പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 5-ാം തീയതി ഹല്ലേലൂയ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. കരമുയർത്തി കർത്താവിന് നന്ദി പറയാമോ? സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ കൃപയായിരുന്നു രാത്രിയും ഞങ്ങൾ അനുഭവിച്ചത്. അങ്ങനെ ചിറകിൻ്റെ മറവിൽ രാത്രിയും ഞങ്ങളെ മറച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചത് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ ഉണർന്നതല്ല, കർത്താവ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽ അത്ഭുതത്തിൻ്റെ പകലാകിയാൽ സ്തോത്രം. ഈ പകൽ ജയത്തിൻ്റെ പകലാകിയാൽ സ്തോത്രം. ഈ പകൽ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൻ്റെ പകലാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, 106-ാം സങ്കീർത്തനം, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, കർത്താവിൻ്റെ സ്തുതിയെയൊക്കെയും ആർ വിവരിക്കും. 4-ാം വാക്യം, യഹോവേ, അങ്ങ് തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്, കർത്താവിൻ്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും, കർത്താവിൻ്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും, കർത്താവിൻ്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് കർത്താവിൻ്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ആരും തന്നെ അശ്രദ്ധരാകാതെ പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെടണം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 2026 ജാനുവരി മാസം 5-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണ്. അപ്പാ, അങ്ങ് കരുണയുള്ള ദൈവമാകുന്നു. അപ്പോൾ അങ്ങ് ദീർഘക്ഷമയും മഹാദയുമുള്ളവനാണ്. അങ്ങേക്ക് സ്തോത്രം. അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഫാദർ. നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലിരിക്കുക. ഹല്ലേലൂയ. ലോകമെമ്പാടും ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ശാരീരികമായ എല്ലാ രോഗങ്ങളും മാറി ആമേൻ സ്വസ്ഥരാകട്ടെ. മാനസികമായ എല്ലാ അസ്വസ്ഥതകളും മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. പരിപൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിപൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ തലയുടെ പുറഭാഗത്തായിട്ടുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തലയോട്ടിയിൽ ഉണ്ടായിരിക്കുന്നതായ ആമേൻ 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 അലർജി ഇൻഫെക്ഷനുകൾ ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയോട്ടിയുടെ മേൽ ഉള്ള എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനുകളും ആമേൻ അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ചൊറിച്ചിലുകളും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചെവിക്കകത്തുള്ള ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ കാലിൻ്റെ വിരലിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാലിൻ്റെ വിരലുകളുടെ മേൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം അപ്രൂവൽ ലഭിക്കേണ്ടതും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കട്ടെ. അത്ഭുതം നടക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ദൈവീക അത്ഭുതങ്ങളിൽ അവരെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉന്നതമായ വിജയം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരിക്കണം. ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് നമ്മുടെ ആദ്യത്തെ ഓൺലൈൻ സർവീസ് ഉണ്ടാകും, കർത്താവ് അനുവദിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കഴിഞ്ഞ വർഷങ്ങളിൽ ഓൺലൈൻ മീറ്റിങ്ങുകളെ കർത്താവ് അനുഗ്രഹിച്ചതിന് സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഇന്ന് വീണ്ടും ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസം അങ്ങ് അനുവദിക്കുന്ന പക്ഷം ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഇത് മുഖാന്തരം ഗ്ലോറിഫൈ ആകുവാൻ ഇടവരട്ടെ. കർത്താവിൻ്റെ രാജ്യം വളരുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ തക്ക സമയത്ത് ജോയിൻ ചെയ്യുകയും ചെയ്യണം. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൻ്റെ വർഷത്തിൻ്റെ 5-ാം ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന സദൃശ്യവാക്യം 25-ാം അധ്യായം, പ്രോവർബ്സ് 25, അതിൻ്റെ 28-ാമത്തെ വാക്യം. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. അപ്പോൾ ആത്മസംയമനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത മനുഷ്യൻ, അതാണ് പറയുന്നത്. സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു പട്ടണം പോലെയാകുന്നു. പഴയ നിയമകാലത്ത് ഇത് എഴുതുന്ന സമയത്ത് പട്ടണങ്ങൾ മതിൽ കെട്ടി സൂക്ഷിക്കും. മതിലില്ലാത്ത പട്ടണങ്ങൾ ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾക്കും എപ്പോഴും സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുക. മതിലില്ലാതെ കിടക്കുന്ന പട്ടണം. മതിലെന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്. മതിലെന്ന് പറയുന്നത് സുരക്ഷിതത്വത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ മതിലില്ലാത്ത പട്ടണം എന്ന് പറയുമ്പോൾ ഒരു സംരക്ഷണവുമില്ല, യാതൊരു സുരക്ഷിതത്വവുമില്ല. ഏത് സമയത്തും വന്യമൃഗങ്ങൾക്ക് കയറി വരാം, ശത്രുക്കൾക്ക് കയറി വരാം. ഏത് സമയത്തും എന്ത് തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകാം. അതാണ് മതിലില്ലാത്ത പട്ടണത്തിൻ്റെ പ്രത്യേകത. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ആത്മസംയമനം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മതിലില്ലാതെ കിടക്കുന്ന പട്ടണം പോലെ. എന്ന് വെച്ചാൽ ഏത് സമയത്തും ദോഷം സംഭവിക്കാം, ഏത് സമയത്തും നഷ്ടങ്ങൾ സംഭവിക്കാം, ഏത് സമയത്തും ഏത് തരത്തിലുള്ള തകർച്ചകളും സംഭവിക്കാം. ആർക്ക്? സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക്. ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. ആമേൻ. എന്താണ് സെൽഫ് കൺട്രോൾ? നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അഭിഷേകമുള്ള വ്യക്തിയായിരുന്നു ശിംശോൻ. ഭയങ്കര അഭിഷേകവും ശക്തിയും ബലവും ഉണ്ടായിരുന്നു. പക്ഷേ ശിംശോൻ എന്ത് നിയന്ത്രിക്കാൻ പറ്റില്ല, തൻ്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ശിംശോൻ അഭിഷേകമുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, പക്ഷേ തകർന്നു പോയില്ലേ? കാരണം എന്താണ് തകർച്ചയ്ക്ക് കാരണം? തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ് ശിംശോൻ്റെ ജീവിതത്തിൽ തകർച്ച വരുവാൻ കാരണം. അപ്പം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മളെ പിടിച്ചു കുലുക്കുന്നതായ ചിലത്, ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണമാകാം. ചിലർക്ക് ഭക്ഷണമാണ്, ചിലർക്ക് ഷോപ്പിംഗ് ആണ്, ചിലർക്ക് സോഷ്യൽ മീഡിയ ആണ്, ചിലർക്ക് ചീട്ടുകളി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഡിക്ഷനുകൾ, മദ്യപാനം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അഡിക്ഷനുകളാണ്. പലതരത്തിലുള്ള അഡിക്ഷനുകളുണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മളെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഓർത്തോണം, നമ്മൾ അതിൻ്റെ അധീനതയിലേക്കാകുകയാണ്. അതിനെ ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മളെ അത് കീഴ്പ്പെടുത്തും. അത് നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറും? കെണിയായി മാറും, ദോഷമായി മാറും. ചിലർക്ക് മുൻകോപമാണ്, അവർക്ക് പെട്ടെന്ന് കോപം അങ്ങ് വരിക, ആരോടാ എന്താ പറയുന്നറിയാൻ മേല. ചിലർക്ക് എന്നാ പറയുന്നത്, അവരുടെ മനസ്സിൽ ദേഷ്യവും വൈരാഗ്യവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ചിലർക്ക് ഓരോ രീതിയിലുള്ള അഡിക്ഷൻസുകളാണ്. അപ്പം ദാവീദിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ദാവീദിന് ശൗലിനെ കൊല്ലുവാനുള്ള അവസരം കിട്ടിയപ്പം ദാവീദ് ആത്മസംയമനം പാലിച്ചതുകൊണ്ടാണ് ദാവീദിനെ ദൈവം ഉയർത്തിയത്. അവിടെ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ശൗലിനെ കൊല്ലാൻ തയ്യാറായില്ല, ആത്മസംയമനം പാലിച്ചു. എന്നാൽ ഇപ്പുറത്തെ ശിംശോന് പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ശിംശോൻ പാപം ചെയ്യാൻ തൻ ആത്മസംയമനം പാലിച്ചത്. ജോസഫിനെ സംബന്ധിച്ച് ജോസഫ് മതിലുള്ളൊരു പട്ടണമുള്ള മനുഷ്യനായിരുന്നു. അതായത് സകല സെൽഫ് കൺട്രോളും ജോസഫിൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് ജോസഫിനെ ദൈവം എന്ത് ചെയ്തു? രാജ്യത്തെ ഓവർഫ്ലോ ചെയ്യിപ്പിക്കാൻ ജോസഫിനെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൻ്റെ ഇയറിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് സെൽഫ് കൺട്രോൾ ഇല്ലാതിരിക്കുന്നത്?
പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമാണോ, അതോ ഇൻ്റർനെറ്റിന് അഡിക്റ്റഡ് ആണോ, സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റഡ് ആണോ, അതോ ഭക്ഷണത്തിനോ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൈവഹിതമല്ലാത്ത എന്തിനെങ്കിലും നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുക, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതാദ്യമേ അതിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നിങ്ങളുടെ അനുഗ്രഹത്തെ ചോർത്തിക്കളയും, അത് നിങ്ങളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയും, അത് നിങ്ങളുടെ നന്മയെ തടയും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യമേ നമ്മളത് ഐഡൻറ്റിഫൈ. ചിലർക്ക് എന്തോ പറയുന്നറിയാമില്ല, ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ദേഷ്യം വന്നു കഴിയുമ്പോൾ പറയുന്ന വാക്കുകൾ, കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ, ഭാര്യയോട് പറയുന്ന വാക്കുകൾ, ഭർത്താവിനോട് പറയുന്ന വാക്കുകൾ, മാതാപിതാക്കളോട് പറയുന്ന വാക്കുകൾ, പ്രിയപ്പെട്ടവരോട് പറയുന്ന വാക്കുകൾ, കൂടെ ജോലി ചെയ്യുന്നവരോട് പറയുന്ന വാക്കുകൾ, എന്താ പറയുന്നറിയാമേല. അതെന്ത് ചെയ്യുന്നു? ആത്മസംയമനമില്ല, വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞു. അവസാനം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാം നാളെ ദോഷത്തിന് കാരണമാകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഐഡൻറ്റിഫൈ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ ഇല്ലാതിരിക്കുന്ന വിഷയം എന്താണ്, അത് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനോട് പറയണം, ഇല്ല ഇതിനെ ഞാൻ ജയിക്കും. എങ്ങനെ? എൻ്റെ കഴിവിനാലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാനിതിനെ ജയിക്കും. വേദപുസ്തകം പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സഹായിക്കും. അപ്പോൾ ദൈവാത്മാവിൻ്റെ സഹായം ചോദിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുക, എന്നിട്ട് അതിനോട് എതിർത്ത് നിൽക്കുക. ഈ വർഷം സെൽഫ് കൺട്രോൾ നമ്മളിൽ ഉണ്ടാകണം. ആത്മസംയമനമില്ലാത്ത പുരുഷൻ എന്താണ്? മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ. അപ്പോൾ ഏത് വിഷയത്തിലാണോ ആത്മസംയമനം ഇല്ലാതിരിക്കുന്നത്, അതായത് ഐഡൻറ്റിഫൈ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം ദൈവിക ഓവർഫ്ലോയിങ്ങിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അത് എന്ത് കാര്യമാണെങ്കിലും, ഏത് തരത്തിലുള്ള സ്വഭാവമാണെങ്കിലും എല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയണം എവിടെയാണ് നിങ്ങൾക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ആമേൻ. ഇന്ന് പകൽ അതിനകത്തൊരു തീരുമാനമെടുക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ഈ വിഷയത്തിൽ ഒരു സെൽഫ് കൺട്രോൾ ആവശ്യമാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൈ നെഞ്ചത്തോട് വെച്ചാണ്ട്, പിതാവേ, ആ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഇവർ മതിലുള്ള പട്ടണം പോലെയായി തീരട്ടെ, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.